അപ്പോൾ മിക്കവർക്കും ഇപ്പോൾ ഉടനെ കല്യാണം കഴിഞ്ഞ് ഉടനെ പ്രഗ്നൻസി ആണോന്നില്ല. പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ലെവൽസ് കറക്റ്റ് ആണോ? ജനിക്കുമ്പോൾ തന്നെ ഉള്ള അണ്ടങ്ങളല്ലേ നമുക്കുള്ളൂ. ബാങ്കിൽ പൈസ അടക്കുന്ന പോലെ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്രയും ചിലവാക്കാം. അപ്പോൾ നമ്മുടെ അണ്ടങ്ങൾ കുറവാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ പ്രഗ്നൻസി ആവണം. എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പോൾ ഉള്ളതാണ് PCOD. പ്രഗ്നൻസിയെ ഡിലേ ചെയ്യിക്കും എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. PCOD സിവിയറിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ നമ്മൾ എത്രത്തോളം മരുന്നുകൾ കൊടുത്താലും അവർ റെസ്പോൺസ് എഗ് ആകാനുള്ള റെസ്പോൺസിൽ തന്നെ ഡിലേ കാണിച്ചേക്കാം. ഈ IPL കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നന്റ് ആകില്ല, ബോഡിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊരു റുട്ടീനിൽ യൂസ് ചെയ്യേണ്ട സാധനമല്ല. റെഗുലർ ഇന്റർകോഴ്സ് ഉള്ള ഒരു കപ്പിളിന് ഉപയോഗിക്കേണ്ട ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡേ അല്ല IPL. ഒരു 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഒരു സ്ത്രീക്ക് അമ്മയാകാനുള്ള ഏറ്റവും നല്ല പ്രായം. ഒരു പ്രഗ്നൻസിക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം ശരിക്കും ഒരു 26 to 30 ഇയേഴ്സ് ആണ്. ഏറ്റവും പീക്ക് ടൈം ഒരു 25 ഇയേഴ്സ് ആണ്. 30 വയസ്സിന് ശേഷം പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ്, അത് നേരത്തെ ഷുഗർ, ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസസ്, തൈറോയിഡ് അസുഖങ്ങൾ, ഇതൊക്കെ അവർക്കോ വീട്ടിലോ നേരത്തെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. 2-3 മാസം കൂടുമ്പോഴേ പീരീഡ്സ് വരത്തുള്ളൂ. ഒരു ബുദ്ധിമുട്ട് പീരീഡ് സമയം ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ അത് ശരിക്കും പറഞ്ഞ സ്ക്രീൻ ചെയ്യണം. പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് മടി ഉണ്ടാവില്ലേ? ഒരു സെമൻ അനാലിസിസ് ഏതെങ്കിലും ഒരു ലാബ് ചെക്ക് ചെയ്തിട്ടേ ഡോക്ടർ ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇതിലെല്ലാം പ്രശ്നമുണ്ടോ, ഞാൻ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഈ മാസം ഇങ്ങനെയാണ്, കൗണ്ട് ഉണ്ട്, മോട്ടിലിറ്റി ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ശരിക്കും സെമനിൽ ഒരു സ്പാമിന് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളൊരു മില്യൺ കണക്കിനാണ് ഈ സ്പേം അനാലിസിസിൽ ബീജങ്ങളുടെ അളവ് തന്നെ രേഖപ്പെടുത്തി അത് എടുക്കുന്നത്. പക്ഷെ അത് തീർത്തും നമ്പേഴ്സിലോട്ട് കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. 3-4 സ്ഥലത്ത് പോയി പ്രഗ്നൻസി കിട്ടാതെ വന്നു കഴിയുമ്പം അവർക്കൊരു 35 വയസ്സ് കഴിയും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, BP, ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞു. എഗ് ഫ്രീസിങ് പെയിൻഫുൾ ആണോ? പെയിൻഫുൾ ഒന്നുമല്ല, ഇതൊരു IVF ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടാണ്. പെയിൻഫുൾ അല്ല. നമ്മൾ അണ്ടം എടുക്കുന്നത് അനസ്തീഷ്യ തന്നിട്ടാണല്ലോ അണ്ടം എടുക്കുന്നത്. പ്രഗ്നൻസി അറ്റൈൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, റെഗുലറായിട്ട് പുറത്തുനിന്ന് ജങ്ക് ഫുഡ്, കാലറി കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്, സ്ട്രെസ് പലപ്പോഴും അത് ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല പേഴ്സണൽ, പിന്നെ ഈ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതും ഒരു സ്ട്രെസ്സിലോട്ട് ആഡ് ചെയ്യുക. 4 പേര് കാണുമ്പോൾ ഇതിനെപ്പറ്റി തിരക്കുന്നത് അത് വീണ്ടും ഒരു സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും മാരീഡ് കപ്പിളൊക്കെ അവർക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവട്ടെ. ഇനി കുട്ടികൾ ഉണ്ടാവാത്തവരും വിഷമിക്കേണ്ട. KM ചെറിയാൻ ഹോസ്പിറ്റലിലെ 2 ഡോക്ടേഴ്സും മുന്നിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ അസിസ്റ്റൻസ് ഉണ്ടാകും. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. പലരും പറയാൻ മടിക്കുന്നതും എന്നാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതുമായിട്ടുള്ള ഒരു മേഖലയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലുള്ള ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻസ് ആയിട്ടുള്ള ഡോക്ടർ സിസിജയും ഡോക്ടർ കവിതയുമാണ് ഉള്ളത്. വെൽക്കം ഡോക്ടേഴ്സ്. താങ്ക് യു. നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഒരു സ്ത്രീക്ക് അമ്മയാകാനുള്ള ഏറ്റവും നല്ല പ്രായം. അതിന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇത് പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ ഡോക്ടറെ? ഒരു സ്ത്രീയുടെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു സമയം എന്ന് വെച്ചാൽ അവരുടെ ഹോർമോൺസും അവരുടെ ശരീരവും എല്ലാം ഒരു പ്രഗ്നൻസിക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം ശരിക്കും ഒരു 26 to 30 ഇയേഴ്സ് ആണ്. ഏറ്റവും പീക്ക് ടൈം ഒരു 25 ഇയേഴ്സ് ആണ്. അപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ച് അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും ഒരു ജീവിതാരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. പിന്നെ പ്രഗ്നൻസി ആവാനുള്ള ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ കൂടുതലാണ്. 30 വയസ്സിന് ശേഷം പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, അവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ്, അത് നേരത്തെ ഷുഗർ, ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസസ്, തൈറോയിഡ് അസുഖങ്ങൾ, ഇതൊക്കെ അവർക്കോ വീട്ടിലോ നേരത്തെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസി അറ്റൈൻ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഒരു അഡ്വാൻസ് മെറ്റേണൽ ഏജ് 35 വയസ്സിന് ശേഷം പ്രഗ്നൻസി അറ്റൈൻ ചെയ്യുമ്പോൾ കൂടുതൽ കരുതലും ശ്രദ്ധയും ഇത്തരത്തിൽ അസുഖങ്ങൾക്കുള്ള സ്ക്രീനിങ്ങും അനിവാര്യമായിരിക്കും. എപ്പോഴൊക്കെ ആയിരിക്കും നമ്മളൊരു ഗൈനക്കോളജി ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി ഡോക്ടേഴ്സിനെ കാണേണ്ടി വരിക?
ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ ഒരു കൗമാരപ്രായത്തിൽ നമ്മൾ പീരീഡ്സ് ആയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, പീരീഡ്സ് ഇറഗുലാരിറ്റി ആയിരിക്കും അവരുടെ ആദ്യത്തെ ഒരു സൈൻ. പീരീഡ്സ് ഇറഗുലർ ആണ്, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴേ പീരീഡ്സ് വരത്തുള്ളൂ. ചില കുഞ്ഞുങ്ങൾ അത് നല്ലതായിരിക്കും വിചാരിക്കും, അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ചിലപ്പോൾ അതൊരു നമുക്ക് ഏർലി ആയിട്ടൊരു PCOD ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഭയങ്കര വയറുവേദന, പീരീഡ്സ് ആകുമ്പോൾ സ്കൂളിൽ പോകുന്നില്ല, കുഞ്ഞ് സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ 2-3 ദിവസം കോളേജ് മിസ്സായിരുന്നു. അപ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിക്കുന്ന രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ട് പീരീഡ് സമയം ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ചെയ്യണം. അപ്പോൾ ഐഡിയലി നമ്മൾ ഒരു കല്യാണപ്രായം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ഗൈനക് ചെക്കപ്പ് കഴിഞ്ഞാൽ ശരിക്കും അവർക്കൊരു കോൺഫിഡൻസ് വരും. എപ്പോഴാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിക്കേണ്ടത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. അപ്പോൾ അത് പീരീഡ് സംബന്ധമായിട്ട് ഇപ്പം വജൈനൽ ഡിസ്ചാർജ്, ഈവൻ അത് തന്നെ എത്രയോ പിള്ളേർക്ക് അത് തെറ്റിദ്ധാരണകളുണ്ട്. പണ്ടുള്ള കാലത്ത് ഇങ്ങനെ പറയാം അസ്ഥി ഉരുക്കം, എൻ്റെ ഒരുക്കി പോകുന്ന അനീമിയയും ഇതുമായിട്ട് റിലേഷൻ ഉണ്ടോ. അപ്പം അത് ശരിക്കും ഇതെല്ലാം ഈ മിസ്കൺസെപ്ഷൻസ് എല്ലാം നമുക്ക് അങ്ങനെ ഒരു പ്രീ മാരിറ്റൽ ആകുമ്പോൾ തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റ് ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു കല്യാണം കഴിക്കാൻ ആവുമ്പോൾ അല്ലെങ്കിൽ കല്യാണം ഫിക്സ് ആവുമ്പോൾ അപ്പോൾ ഒരു സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം മിക്കവർക്കും ഇപ്പോൾ ഉടനെ കല്യാണം കഴിഞ്ഞ് ഉടനെ പ്രഗ്നൻസി ആവണമെന്നില്ല. അവർ അപ്പോഴായിരിക്കും അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും ഔട്ട്സൈഡ് കൺട്രി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചൊരു അപ്പോൾ ഒരു കോൺഫിഡൻസ് വരും, ശരി എനിക്ക് ഇത്ര നാൾ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര നാൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ ഇവർക്ക് നല്ലതായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു പീരീഡ്സ് ഡിലേ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ലെവൽസ് കറക്റ്റ് ആണോ, അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് സമയമുണ്ട്. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള അണ്ടങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പം അതിൻ്റെ നമ്മുടെ ബാങ്കിൽ പൈസ അടക്കുന്ന പോലെ നമുക്ക് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്രയും ചിലവാക്കാം. അപ്പം നമ്മുടെ അണ്ടങ്ങൾ കുറവാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ പ്രഗ്നൻസി ആവണം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഈ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അത്രയും നേരത്തെ നമ്മൾ കണ്ട നിങ്ങളെ ഒരു ടീമായി പോയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ ഇപ്പോൾ ചെങ്ങന്നൂരുള്ള ഈ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഈ കപ്പിൾസ് വരുന്നത്? ഫീമെയിലിൻ്റെ ആസ്പെക്റ്റിൽ അവർക്ക് പീരീഡ് കൃത്യത ഇല്ലാതെ വരിക, പ്രൊലോങ്ഡ് ആയി വരിക, അപ്പോൾ ആ ഒരു സൈക്കിളിൽ തന്നെ നോർമലായിട്ടുള്ള അണ്ടോത്പാദനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, അതൊക്കെ നമ്മൾ നിവാരണം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പുരുഷ വന്ധ്യതയുടെ ഭാഗവുമായി ഇപ്പം ഒരു സെമൻ റിപ്പോർട്ടോ അബ്നോർമൽ ഹോർമോൺ റിപ്പോർട്ടോ ഒക്കെ ആയിട്ടും വരുന്നവരുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങളായിരിക്കും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇവാലുവേഷനും പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നത്. ഇപ്പോൾ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് മടി ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെയുള്ളവരെ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് കൺവിൻസ് ചെയ്യുക? പക്ഷെ പണ്ടത്തെ കാട്ടിയും വളരെ ഓപ്പൺ അപ്പ് ചെയ്ത് മെയിൽ പാർട്ട്നേഴ്സ് സംസാരിക്കാറുണ്ട്. ഒരു സെമൻ അനാലിസിസ് ഏതെങ്കിലും ഒരു ലാബ് ചെക്ക് ചെയ്തിട്ടേ ഡോക്ടർ ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിലെല്ലാം പ്രശ്നമുണ്ടോ, ഞാൻ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഈ മാസം ഇങ്ങനെയാണ്, ഇതെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചോദിച്ച് ഒത്തിരി പേര് വരാറുണ്ട്. പണ്ടത്തെ കാട്ടിയും വളരെ അവയർനെസ് കൂടുതലാണ്. ആണുങ്ങൾക്കും ഈക്വലായിട്ട് പെണ്ണുങ്ങളെ പോലെ വന്ധ്യതാ പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതില്ലാന്നില്ല. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, അതായത് സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ ഇത്തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ, അതോ സ്ത്രീകൾക്കാണോ കൂടുതൽ? ഏജ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു 25 to 30 വരെ, ഒരു അറൌണ്ട് 35 വരെ ഇത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു 40 years കഴിയുമ്പോൾ ആണുങ്ങൾക്കും ഹോർമോൺ ചേഞ്ചസ് വരും, ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയും, സെക്ഷൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരും, അപ്പം കൗണ്ടിലും ചെറിയ വ്യത്യാസം വരാം, വോളിയത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇല്ലാന്നല്ല, പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഈ ഏജ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കുറവാണ്. അപ്പോൾ ഏജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ്. കാരണം പെണ്ണുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള അണ്ടങ്ങളേ ഉള്ളൂ. ആണുങ്ങൾക്ക് എവറി 72 days സ്പെർമറ്റോജെനസിസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. മാരീഡ് ആയിട്ടുള്ള കപ്പിളിനോട് അല്ലെങ്കിൽ കപ്പിൾസിനോട് ഡോക്ടർ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വൈസ് ഡോക്ടർ കൊടുക്കുക? ഗർഭധാരണത്തിന് മുന്നോടിയായി കുറച്ച് തയ്യാറെടുപ്പുകളും പരിശോധനകളും അവരുടെ നിലയ്ക്ക് അവരുടെ റിസ്കുകളും ഒക്കെ നോക്കിയിട്ട് ചെയ്യണം. എന്നിട്ട് ഒരു പ്രഗ്നൻസിയിലോട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കപ്പിൾസിനോടും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീക്കാണെങ്കിൽ നമ്മൾ ബേസിക് ഇപ്പം ഈ പറഞ്ഞ പീരീഡൊക്കെ റെഗുലറാണ്, അവരുടെ ഷുഗർ, തൈറോയിഡ് ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ നോർമൽ നിലയ്ക്കാണെങ്കിൽ അവർക്ക് ഫോളിക് ആസിഡ് എന്നുള്ള സപ്ലിമെൻ്റൽ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി 1 വർഷത്തോളം അവർ ട്രൈ ചെയ്തു, പ്രഗ്നൻസിയിലോട്ട് എത്തിയിട്ടില്ല
എന്നൊക്കെ ഉള്ള പ്രോബ്ലമായിട്ട് വരുന്ന കപ്പിളിൽ മെയിൽ പാർട്ട്ണറും സ്ക്രീൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു സെമൻ പരിശോധനയും അനുബന്ധമായിട്ടുള്ള ഹോർമോൺ പരിശോധനകളും ഒക്കെ ഇവർക്ക് കൊടുക്കുന്ന ഏറ്റവും ബേസിക് ലെവലിലുള്ള എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇതിലൊക്കെ എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അതൊക്കെ എടുത്ത് അവരിപ്പോഴത്തെ നിലയ്ക്ക് നിൽക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി മരുന്നുകളൊക്കെ എടുത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജിൽ അവർ പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്ത് അതിലോട്ട് എത്തണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡോക്ടർ കണ്ട ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മെയിൽ ഇൻഫെർട്ടിലിറ്റി അതല്ലെങ്കിൽ പുരുഷവന്ധ്യത കുറച്ചുകൂടി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് ഒരു ഒപ്റ്റിമൽ ലെവലിൽ നമ്മളൊരു മില്യൺ കണക്കിനാണ് ഈ സ്പേം അനാലിസിസിൽ ബീജങ്ങളുടെ അളവ് തന്നെ രേഖപ്പെടുത്തി അത് എടുക്കുന്നത്. പക്ഷെ അത് തീർത്തും നമ്പേഴ്സിലോട്ട് കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ഒരു 10 താഴെയുള്ള സ്പേം നമ്പേഴ്സ്, അതിന് ടെക്നിക്കലായിട്ടുള്ള പേരുകളുണ്ട്. അപ്പം അത്തരത്തിൽ വന്നൊരു കപ്പിളിന് നമ്മൾക്ക് ആദ്യം ഒരു ഇക്സി ചികിത്സയിലോട്ട് പോകേണ്ടി വന്നു. അതായത് IVF അല്ല, ശരിക്കും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനെ ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാണ് പറയുന്നത്. അപ്പം അതിൽ വരുന്ന ഒരു വിഭാഗമാണ് ഇക്സി ട്രീറ്റ്മെൻറ്റ്. ഇത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്, ഇത് യൂട്ടിലൈസ് ചെയ്താൽ ഗുണം കിട്ടിയേക്കാം എന്നുള്ള കപ്പിൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ദമ്പതികൾക്കും നമുക്ക് ആദ്യം എടുക്കേണ്ടി വന്നത്. അതിൽ പ്രഗ്നൻസി ആയെങ്കിലും അത് മിസ്കാരേജിലെത്തി, അത് മുന്നോട്ട് പോയില്ല. ബട്ട് അവർക്കൊരു സഫിഷ്യൻറ്റ് പ്രീ ട്രീറ്റ്മെൻറ്റ്, ഇവരുടെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾക്ക് പല ലെവലിൽ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടും അതിനുള്ള ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്തതിന് ശേഷം ഈ DNA പരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ട്രൈ ചെയ്ത ഒരു സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിൽ അവർ കുഴപ്പമില്ലാതെ കൺസീവ് ചെയ്ത് പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത് നമുക്ക് റിയലി അപ്രിഷിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഡോക്ടറുടെയും ഒരു കരിയറിൽ ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കേസുകളൊക്കെ വളരെ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ടാവില്ലേ? മിക്കവരും IVF ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വരുമ്പം പല ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നവരായിരിക്കും. അപ്പം അതിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരു യങ് കപ്പിളാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് പ്രഗ്നൻസി ആക്കാൻ എളുപ്പമാണ്. കുറച്ചുകൂടെ അപ്പം അവർ അവിടെ കിട്ടിയില്ല, പിന്നെ അതിൻ്റെ അടുത്തൊരു സ്ഥലത്ത് പോയി, പിന്നെ അവിടെയും അബോർഷനായി പോയി, അങ്ങനെ 3-4 സ്ഥലത്ത് പോയി പ്രഗ്നൻസി കിട്ടാതെ വരുന്നു കഴിയുമ്പം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ അവർ എത്തുമ്പോൾ അവർക്കൊരു 35 വയസ്സ് കഴിയും. അപ്പം പ്രഗ്നൻസി ആവാനുള്ള പ്രശ്നങ്ങളെക്കാട്ടും കൂടുതൽ അവർക്ക് ആ സമയത്ത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, BP, ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞു. എന്നിട്ടാണ് അവർ പ്രഗ്നൻസി ആയത്. അപ്പം അത് അവർക്ക് ഇതുപോലെ IVF ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ആയത്. പക്ഷെ അത് അവർക്ക് ട്വിൻസ് ആയിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ട് പോയി. ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയോടും പുരുഷനോടും ഇത്ര ടെസ്റ്റുകൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കൂ എന്ന് പറഞ്ഞ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും? സ്ത്രീകൾ എന്ന് വെച്ചാൽ അത് ഫീമെയിൽ പാർട്ട്ണർ ചെയ്തിരിക്കേണ്ടത് അവരുടെ അണ്ടത്തിൻ്റെ ഒരു അളവ് നോക്കുന്ന, അണ്ടത്തിൻ്റെ ഒരു ഫെർട്ടിലിറ്റി റിസർവ് നോക്കുന്ന, നമ്മുടെ ഓവറിയുടെ റിസർവ് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റിമുള്ളറിൻ ഹോർമോൺ. അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധിവരെ, ഒരു 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് അതൊരു ലാബ് ടെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, തൈറോയിഡ്. മിക്ക സ്ത്രീകളും ഒരു തൈറോയിഡ് ലാബിൽ നോക്കുമ്പോൾ നോർമലാണ്, ഇപ്പോൾ 4 നോർമലാണ്. പക്ഷേ നമ്മളൊരു ഫെർട്ടിലിറ്റി കൺസെപ്റ്റ് നോക്കുമ്പോൾ ഒരു 2.5 താഴെ നിൽക്കുന്നതാണ് ഐഡിയൽ തൈറോയിഡ്. അപ്പം ഒരു TSH ഹോർമോണിൻ്റെ അളവിൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പം ചിലർ അപ്പോൾ ലാബിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പ്രൊലാക്റ്റിൻ്റെ അളവ്, അനീമിയ, ഇതെല്ലാം നമ്മളൊരു ബേസിക് ജനറൽ ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ചില ടെസ്റ്റുകളാണ്. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, ബേസിക് ആയിട്ടുള്ളൊരു ബേസ് ലൈൻ അൾട്രാസൗണ്ട് സ്കാൻ, നമ്മൾ ഒരു ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറഞ്ഞ AFC കൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര അണ്ടങ്ങൾ കാണാം ഒരു പീരീഡ്സിൻ്റെ ഒരു 2nd or 3rd ഡേ നോക്കുമ്പോൾ. അതുപോലെ തന്നെ യൂട്രസിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ചിലപ്പോൾ വലിയ ഫൈബ്രോയിഡ്സോ അല്ലെങ്കിൽ ഓവറിൽ സിസ്റ്റോ ഒക്കെ കാണും. സിംറ്റമാറ്റിക് അല്ലാത്തതുകൊണ്ട് ഇവരത് നോക്കുന്നില്ല. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരാളൊരു സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമുണ്ടോ, സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പുരുഷന്മാരാണെങ്കിലും മേജർ ആയിട്ടുള്ള നമുക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അപ്പം ഇതെല്ലാം സട്ടിൽ ഞാൻ 1-2 സിഗരറ്റ് വലിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം ചോദിക്കുമ്പോൾ നമ്മുടെ അവരുടെ ഹാബിറ്റ്സ് ചോദിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒരു സെമൻ അനാലിസിസ് എന്തായാലും ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അവരുടെ ഹോർമോൺ അനാലിസിസ്, ഇപ്പോൾ FSH, അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ്, ഇതൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അവർ ഒരു പരിധിവരെ അവർക്ക് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം വരുമോ എന്നൊക്കെ അറിയാൻ പറ്റും. എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പോൾ ഉള്ളതാണ് PCOD. ഇതും ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസിയെ ഡിലേ ചെയ്യിക്കും എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് എന്താണ് അതിൻ്റെ ഒരു വാസ്തവം എന്താണ്, എങ്ങനെയാണ്? അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ? പീരീഡ് ക്രമമാണെങ്കിൽ
ഈ ഒരു PCO എന്നുള്ള ഒരു സ്കാൻ മോർഫോളജിക്ക് നമ്മൾ അത്ര ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ PCOക്കാരിൽ തന്നെ നമുക്കൊരു ഡിഫിക്കൽട്ടി നേരിടുന്ന കൂട്ടരുണ്ട്. റെസിസ്റ്റൻറ്റ് PCO എന്ന് പറയും. അതായത് PCO എന്ന ഡയഗ്നോസിൽ പെട്ട ഒരു കപ്പിളിൽ പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസും അണ്ടോൽപാദനവും ഓവുലേഷനും അതുപോലെ പ്രഗ്നൻസിയും ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ ഇത് പ്രഗ്നൻസീനെ പറ്റി ഒത്തിരി പേടിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ PCOയുടെ സിവിയറിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ നമ്മൾ എത്രത്തോളം മരുന്നുകൾ കൊടുത്താലും അവർ റെസ്പോൺസ് എഗ് ആകാനുള്ള റെസ്പോൺസിൽ തന്നെ ഡിലേ കാണിച്ചേക്കാം. PCOSന് മരുന്ന് കഴിക്കുന്നത് ഹോർമോണൽ മെഡിസിൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് കുറേ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇത്തരം മരുന്നുകൾ ഇപ്പം ലഭ്യമായിട്ടുള്ളത് വെച്ച് ഹോർമോൺ മരുന്നുകൾ കൂടുതൽ പ്രശ്നങ്ങളോ സങ്കീർണതകളോ ഉണ്ടാക്കുന്നതല്ല. അവർക്കത് എടുക്കുന്നത് കൊണ്ട് ഭാവിയിലോട്ട് പേടിക്കേണ്ടതുമല്ല. പക്ഷേ അത് അതുമായിട്ട് ബന്ധം ഉണ്ടാകണം എന്നില്ല. വാട്ടർ റിട്ടൻഷൻ ഇതിൻ്റെ ഒരു ചെറിയ ഒരു സൈഡ് എഫക്റ്റ് ആണെങ്കിൽ പോലും അത് ഈ ഡ്രഗ് റിലേറ്റ് ചെയ്ത് മാത്രം ആയിരിക്കണം എന്നില്ല. പിന്നെ നമ്മൾ ഈ വണ്ണം കൂടുതലുള്ള സ്ത്രീകളെയാണ് കൂടുതലും PCO ലിങ്ക്ഡ് ആയിട്ട് കാണുന്നത്. അപ്പം അതിൽ ഇവർ കുറച്ചുകൂടിയൊക്കെ പുരുഷ ഹോർമോണുകൾ അവരുടെ ബോഡിയിൽ കൂടുതലായിരിക്കും. ഹോർമോണൽ ഇംബാലൻസസ് വരാം. അപ്പോൾ ഈ വണ്ണം നിയന്ത്രിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ബോഡി വെയ്റ്റ് റിഡക്ഷൻ അറ്റൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് കുറച്ചൊക്കെ കറക്റ്റ് ചെയ്ത് കിട്ടും. ഇതുപോലെ തന്നെ വേറെ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഈ ഐപ്പില്ല്. നമ്മൾ വല്ലപ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അബദ്ധം പറ്റി എനിക്കിപ്പോൾ ഒരു പ്രഗ്നൻസി ആഗ്രഹമില്ല എന്നുള്ളപ്പോൾ കഴിക്കുന്ന മരുന്നായിട്ടാണ് ഐപ്പില്ലിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഐപ്പില്ല് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻ്റ് ആകില്ല, അല്ലെങ്കിൽ ബോഡിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിലെന്താണ് സത്യം? ഐപ്പിൽ ആക്ച്വലി ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണ്. അപ്പം അതിനെ അങ്ങനെ തന്നെ കാണണം എന്ന് വെച്ചാൽ ഒരു കാഷ്വൽ സെക്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അൺപ്ലാൻഡ് ഇൻ്റർകോഴ്സ് ഉണ്ടായി അങ്ങനെ കഴിച്ചു. പക്ഷേ ഇത് റുട്ടീനായിട്ട് ഐപ്പില്ല് ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ആണ് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. വെച്ചാൽ ഇതൊരു റുട്ടീനിൽ യൂസ് ചെയ്യേണ്ട സാധനമല്ല. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഹൈ ഡോസ് ഹോർമോണാണ്. അപ്പോൾ അത് കാരണമുള്ള ഹോർമോൺ പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഒരു 6 മാസത്തിലൊരിക്കലോ അങ്ങനെ വല്ലതും ഉപയോഗിച്ചെന്ന് പറഞ്ഞ ഐപ്പില്ല് ഒരു പ്രശ്നമായി കണ്ടിട്ടില്ല. ഈ 35 വയസ്സ് വരെയാണ് എഗ് ഫ്രീസിങ് പറ്റുള്ളൂ. അതിനുശേഷം എഗ് ഫ്രീസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഇതെന്താണ് സത്യത്തിൽ ഈ എഗ് ഫ്രീസിങ് ഡോക്ടറെ? നമ്മൾ നേരത്തെ അവർക്ക് ആ സാൽവേജബിൾ ആയിട്ടുള്ള ആ ഒരു അണ്ടത്തിൻ്റെ പൂള് അതെടുത്ത് നമുക്ക് ശീതീകരിച്ച് വെക്കാവുന്ന ലോങ് ടേം ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് എഗ് ഫ്രീസിങ്. ആദ്യത്തെ കുട്ടി ഉണ്ടായി 1 വയസ്സിനുള്ളിൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത് നല്ലതാണോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ? അതോ ഒരു 4-5 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കുമോ നല്ലതാവേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. പ്രഗ്നൻസി ബർത്തിങ് എന്നൊക്കെ പറയുന്നത് സ്ത്രീക്ക് ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹോർമോണൽ ഹീമോഡൈനാമിക്കലി പിന്നെ അവരൊരു ബോഡി ഒന്ന് നോർമലൈസ് ചെയ്ത് ഒരു നോർമൽ റുട്ടീനിലോട്ട് എത്താൻ ആവറേജ് 1.5-2 വർഷം എടുക്കും. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്പേസിങ് നമ്മൾ മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 വർഷത്തെ സ്പേസിങ് എന്നാണ്. പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യം അറ്റൈൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡ്രിങ്കിങ് ഉണ്ടാവും, സ്മോക്കിംഗ് ഉണ്ടാവും. അങ്ങനെ ഡോക്ടർ കണ്ടിട്ടുള്ള കോമൺ കോസുകൾ എന്തൊക്കെയായിരിക്കും? ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, റെഗുലറായിട്ട് പുറത്തുനിന്ന് ജങ്ക് ഫുഡ്, രണ്ടുപേരും ഓക്യുപ്പൈഡ് ആണ്, ജോബ്ഡ് ആണ്, ഇപ്പോൾ ഒരു ഡെയിലി ആയിട്ടുള്ള ഒരു ബോഡി വർക്കൗട്ട്, കാലറി ഡെഫിസിറ്റ്, കാലറി കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്, വെജ് ഓർ സാലഡ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ പറയും. ഇതൊക്കെ റെഗുലറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്തവർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക് വർക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ നിലയ്ക്ക് കുറവാണ്. കൂടുതലും IT കപ്പിൾസ് അവർ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ് വർക്കിൽ. അവർക്ക് അതിനല്ലാത്തൊരു ടൈം യൂഷ്വലി കിട്ടാറില്ല. സ്ട്രെസ്സ് പലപ്പോഴും അത് ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല പേഴ്സണൽ. പിന്നെ ഈ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതും ഒരു സ്ട്രെസ്സിലോട്ട് ആഡ് ചെയ്യുക. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറണം. ഡോക്ടറുടെ ഒരു കരിയറിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് വന്ന ഒരു കപ്പിൾ, നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കപ്പിൾ, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ? ഒരു കപ്പിൾ അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കപ്പിളാണ്. രണ്ടുപേരുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ റീസൺ ഫോർ ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലംസ് ആണോ, കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണോ, അങ്ങനെയൊക്കെ ചിലർ പറയും. പക്ഷേ ഇവർക്ക് തമ്മിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ പക്ഷേ ഇവരുടെ അടുത്ത് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ലവിങ് കപ്പിളാണ്. പക്ഷേ ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ്, നിങ്ങൾ ആദ്യം നോർമലി ട്രൈ ചെയ്യും. പക്ഷേ നമുക്ക് നോർമലി ട്രൈ ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് പ്രഗ്നൻസി വേണം. പക്ഷേ അത് ഡിനൈ ചെയ്യാനായിട്ടുള്ളൊരു റീസൺ എനിക്കില്ല. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അത്ര
ഒരു സ്നേഹമാണ്. പക്ഷേ ഇവരെ പേരൻസിന് അപ്പം ഞാൻ വിചാരിച്ചല്ലോ അപ്പം ഇനി നമ്മൾ ചിലർ വന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിക്കുന്നതാണോ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പേരൻസ് വരുമ്പോഴും അത് നമുക്കറിയാം. പക്ഷേ പ്രഗ്നൻസി ആയി പോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. എന്ന് വെച്ചാൽ അവർക്ക് എല്ലായിടവും പോയപ്പോൾ നിങ്ങൾ നോർമലി ട്രൈ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് അവർ വിടും. പക്ഷെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഇത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറ്റുന്നില്ല. മേ ബി അവരുടെ പ്രീവിയസ് റിലേഷൻഷിപ്പിലുണ്ടായ ട്രോമയാവാം, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ കൗൺസിലിംഗ് വിടാം, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യും. പക്ഷെ അവർക്ക് പെട്ടെന്ന് കുഞ്ഞു വേണം, പിന്നെ അത് കഴിയുമ്പോൾ ശരിയായിക്കോളും. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് ഭയങ്കര ഡിസ്പെരിയൂണി എന്ന് വെച്ചാൽ ഇന്റർകോഴ്സ് ഭയങ്കര പെയിൻഫുൾ ആയതുകൊണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല. 7 years ആയി കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് സ്റ്റിൽ ഇന്റർകോഴ്സ് പറ്റുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് കംപ്ലൈൻറ്റേ ഇല്ല, പക്ഷേ ഇത് ശരിയാവണം. അപ്പം ആ ഡിസ്പെരിയൂണി എന്ന് വെച്ചാൽ ആ പെയിൻഫുൾ ഇന്റർകോഴ്സ് മാറ്റി കൊടുത്തപ്പോൾ തന്നെ അവർ നോർമലി കൺസീവ് ചെയ്തു. അപ്പം അവർക്ക് ശരിക്കും ആ ഒരു പ്രോസസ്സ് ഒന്ന് ശരിയാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് ഒരു ഫിസിക്കൽ താല്പര്യങ്ങളില്ല, അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു വരുന്നത്, എന്നാൽ കുട്ടികൾ വേണം, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള കേസസ് ഉണ്ട്. അതൊക്കെ വളരെ കോമൺ ആണോ? ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ കോമണർ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു അസറ്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരു ബേബി, ഒരു ചൈൽഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് എത്തും. ബട്ട് സ്റ്റിൽ അഗെയിൻ പാർട്ട്ണറുമായിട്ട് വേറെ ഒരു തരത്തിലുള്ള ഒരു സഹകരണം അവർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് കുറച്ചുകൂടി കോമണർ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ഐ ഹാഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പേഷ്യൻ്റ്. അവർ യൂഷ്വലി നമ്മൾ ഏറെക്കുറെ കണ്ടുവരുന്നത് ഒരു സൈക്കിൾ ഫെയിൽ ആകുമ്പോൾ പാർട്ട്ണർ ബ്ലെയിമിങ്ങും ഇഷ്യൂസും ഇൻലോസ് ഇതിൽ ഇടപെട്ടും അങ്ങനത്തെ ഒക്കെയാണ്. പക്ഷേ ഇതിപ്പം ഈ ഒരു കപ്പിളിൽ യങ്ങർ കപ്പിളായിരുന്നെങ്കിൽ പോലും ആ ഒരു സ്ത്രീക്കായിരുന്നു കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഓൺലി വിത്ത് എ പാർട്ട്ണർ സപ്പോർട്ട് ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഫൈനലി അവർക്കൊരു പ്രഗ്നൻസി റിസൾട്ടിലോട്ട് എത്താൻ പറ്റി. നിങ്ങളുടെ ഒരു പ്രഗ്നൻസി ഒരു ഫേസ് ഒന്ന് പറയാമോ? എൻ്റെ പ്രഗ്നൻസി ഫസ്റ്റ് എനിക്ക് ട്വിൻസ് ആയിരുന്നു. അത് ട്വിൻസ് ശരിയല്ലായിരുന്നു. അപ്പം അത് അബോട്ടായി പോയി. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഞാനിതൊക്കെ പഠിക്കുമല്ലേ, അപ്പോൾ എനിക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷേ അപ്പം സെക്കൻഡ് പ്രഗ്നൻസി അത് കഴിഞ്ഞ് 2 months കഴിഞ്ഞപ്പോൾ തന്നെ നോർമലി കൺസീവായി. ഞാൻ ഏറ്റവും ആക്റ്റീവായിരുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പം ഞാൻ വിചാരിച്ച് നോർമലി ഡെലിവറി ആവും. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി കുഞ്ഞ് ബ്രീച്ചായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പം സാധാരണ എല്ലാവരും പറയും ഒന്നും അനങ്ങാതിരിക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് സിസേറിയൻ ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോബെല്ലാം സ്റ്റാർട്ട് ചെയ്ത് മോൾക്ക് 5 years ആയപ്പോഴാണ് സെക്കൻഡ് പ്രഗ്നൻസി. ഈ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ആക്റ്റീവ് ആയിരുന്ന സമയത്ത് കൺസീവ് ആയെങ്കിലും ആ ഭയങ്കര വോമിറ്റിംഗ് കാരണം എനിക്ക് 3 months ഹോസ്പിറ്റലിൽ പഠിക്കാനേ പോകാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇത് പ്രഗ്നൻസി എന്തിനു വന്നു എന്നുള്ള ഒരു ചിന്ത അവർ വന്നു. അപ്പം പേഷ്യൻസ് വോമിറ്റിംഗ് ആയിട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കാൻ ആ സമയത്തെ പറ്റി ചിന്തിക്കും. എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര അസോസിയേഷനാണ്. ഒരു സ്മെല്ല് ഇപ്പോഴും ഉള്ളിവടയുടെ മണം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും വൊമിറ്റ് ചെയ്യാൻ ആ സമയത്ത് ഓർമ്മ. രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇത്രയും സിവിയർ അല്ല. എന്ന് വെച്ചാൽ ഞാനത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നപ്പോഴാണ് എൻ്റെ മോനുണ്ടായത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ജോബ് ഓറിയൻറ്റഡ് ആയിരുന്നുകൊണ്ട് ഞാൻ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു 3 months കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ആദ്യത്തെ പ്രഗ്നൻസി പഠിക്കുന്ന സമയത്തായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. ഐ വാസ് ലൈക്ക് ഗാർഡഡ്. ചുറ്റും അമ്മമാരെ പോലെ നമ്മുടെ മാഡംസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ ബ്ലീഡിങ്, വോമിറ്റിങ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഒരു സേഫ് എൻവയോൺമെൻറ്റിലാണ് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അതിനോട് എനിക്ക് അവരോട് ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് പ്രഗ്നൻസി അഗെയിൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, കോട്ടയത്ത്. അപ്പോഴും നമ്മളെ ഗാർഡ് ചെയ്ത് എപ്പോഴും ആൾക്കാരുണ്ട്. ആൻഡ് മേജർ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരു വിളിക്കപ്പുറം എപ്പോഴും ആൾക്കാരുണ്ട്, ലേബർ റൂം ഉണ്ട് എന്നൊക്കെയുള്ളത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഓൾ ടുഗെദർ ആ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന സാഹചര്യമായിരുന്നത് കൊണ്ട് തന്നെ റിലേറ്റീവ്ലി ആ സമയത്ത് ടെൻഷൻസ് ഒക്കെ കുറവായിരുന്നു. രണ്ടും കുഴപ്പമില്ലായിരുന്നു. ആഫ്റ്റർ 30 ഡെലിവറി ഉള്ള ആഗ്രഹിക്കുന്നവരോട് ഡോക്ടേഴ്സ് നൽകുന്ന ഒരു അഡ്വൈസ് എന്താണെന്നും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ ആഫ്റ്റർ 30 ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏത് പ്രായത്തിലാണ് നിങ്ങൾ ആഫ്റ്റർ 30? ലെസ് ദാൻ 35 ആണോ, 35 to 40 ആണോ? ലെസ് ദാൻ 35 ആണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഈ നമ്മൾ സംസാരിച്ചതുപോലെ ഹോർമോൺ ടെസ്റ്റ്, ഒരു ബേസിക് ഇവാലുവേഷൻ എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളും കൂടെ എടുത്തിരിക്കണം. പിന്നെ 35-ന് മുമ്പെങ്കിലും
പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എംബ്രിയോ ഫ്രീസിനെ പറ്റി ഡെഫിനറ്റ്ലി ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഇപ്പം നമ്മളൊരു ഫെർട്ടിലിറ്റി ആസ്പെക്റ്റിലും കൂടി പറയുന്നുണ്ട്, ഒത്തിരി പ്രഗ്നൻസി ഡിലേ എന്നുള്ളൊരു പ്ലാൻ കരുതരുത് മേജർ ഇഷ്യൂസ് ഇല്ലെങ്കിൽ. പിന്നെ പരമാവധി പ്രീ കൺസെപ്ഷനലി ഇവാലുവേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് രണ്ടുപേരുമായി പാർട്ട്ണർ സ്ക്രീനിങ്, ഇത് ഫീമെയിൽ ഉള്ളി മാത്രം അറ്റൻഡ് ചെയ്യുകയും ഹസ്ബൻഡ് അബ്രോഡ് ആയിരുന്നിട്ട് ആ ഓവുലേഷൻ ടൈം അറൗണ്ട് ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു നേച്ചർ മാറി വരണം. രണ്ടുപേരും പറ്റുന്ന രീതിയിൽ സ്ക്രീനിങ് നടത്തണം. എന്നിട്ട് ഇവർ തമ്മിലൊരു ഐഡിയ ആക്കി വെച്ചിരിക്കണം എപ്പോഴത്തേക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം എന്നുള്ളത്. വേറെ മേജർ ഇഷ്യൂസ് ഇല്ലെങ്കിൽ ദേ ക്യാൻ പ്ലാൻ. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. റിസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ഒരു കറക്റ്റ് സപ്പോർട്ട് എപ്പോഴും എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഏതായാലും മാരീഡ് കപ്പിളൊക്കെ അവർക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവട്ടെ. ഇനി കുട്ടികൾ ഉണ്ടാവാത്തവരും വിഷമിക്കേണ്ട. KM ചെറിയാൻ ഹോസ്പിറ്റലിൽ 2 ഡോക്ടേഴ്സും മുന്നിലുണ്ട്. ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകളായ സിസിജി ഡോക്ടറുണ്ട്, കവിത ഡോക്ടറുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ അസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ ഒരുപാട് ബേബീസിനെ കാണാനായിട്ട് ഡോക്ടർമാർക്ക് ഇനിയും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.